നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കിങ്ങിൻ്റെ അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ ചിക്കിങ്ങിനേക്കാളും നല്ല ടേസ്റ്റും ഫ്രഷും ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനാണ്. പിന്നെ ഫ്രൈഡ് ചിക്കൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ആ ബാറ്ററും പൊടിയും വെച്ചിട്ട് നമ്മൾ ഈ ഒരു മൊരിയും ഫ്രൈഡ് ചിക്കന് വേണ്ടി തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. മൊരിയും പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് പകരം പൊട്ടറ്റോ വെച്ചിട്ടൊരു ഫ്രൈയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 8 മുതൽ 12 പീസ് വരെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് വലിയ പീസാക്കുന്നതിന് നല്ലത് ഈ ഒരു അളവിലുള്ള പീസാക്കണമായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത ചിക്കനിൽ ഇതുപോലെ ഒരു ഫോക്ക് വെച്ചിട്ട് ഒരു 2-3 സ്ഥലത്ത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അത് നമ്മൾ ചിക്കൻ വരഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തി വെച്ച് വരഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ അത് വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെ ആകുമ്പം ചിക്കൻ വിട്ടൊന്നും പോവില്ല. ഉള്ളിലേക്ക് നല്ല ഇതിൻ്റെ പിന്നെ എന്താ പറയുക, നമ്മൾ ചേർക്കാൻ പോകുന്ന ആ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ജ്യൂസി ആയിട്ട് നല്ല ടെൻഡറായിട്ട് ചിക്കൻ മാറും. അതിന് വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തത്. കുറച്ച് കുഴിവും പരപ്പുള്ള കുറച്ച് വലിയ പാത്രത്തിലേക്ക് 1 കപ്പ് മോര് ഒഴിച്ചു കൊടുക്കാം. മോര് കുറച്ച് കുറുകിയതായതുകൊണ്ട് 1/2 കപ്പ് വെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണേന്ന്. ഇനി നല്ല കുറുകിയ തൈരാണുള്ളതെങ്കിൽ ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി നല്ല ലൂസ് മോരാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 1/2 കപ്പ് മോര് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. കുരുവൊന്നും ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഒരു വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി ഞാൻ തോലൊക്കെ കളഞ്ഞ് അല്പം വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ജാറിൽ വെച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. വെളുത്തുള്ളി പേസ്റ്റ് ആക്കണമെന്നില്ല. അതാകുമ്പം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും അളവ് കുറയ്ക്കാം. നമ്മൾ എരിവിന് വേണ്ടി തന്നെയാണ് മുളക് പൊടി ചേർത്തത്, കളറിന് വേണ്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് പകരം കാശ്മീരി ചില്ലി പൗഡറും ചേർക്കേണ്ടതില്ല കേട്ടോ. അളവിൽ കുറവ് വരുത്തിയാൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞ് തന്നെ വരണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും 1 ടേബിൾ സ്പൂൺ ഉപ്പ് അധികമല്ലേ എന്ന്. ഒരിക്കലും അല്ല കേട്ടോ. ഇനി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നമുക്ക് ഉപ്പ് കുറച്ച് ചേർക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് ഈ മോരും വെള്ളത്തിൽ നിന്ന് ചിക്കൻ മാത്രമേ എടുക്കുള്ളൂ. എക്സസ് ആയിട്ടുള്ള മോരും വെള്ളം നമ്മൾ കളയും. അപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പും പുളിയൊക്കെ പിടിക്കണമെങ്കിൽ കുറച്ചധികം ഇതെല്ലാം ചേർത്താലേ ഈ ചിക്കനിലേക്ക് ഇതെല്ലാം പിടിക്കുള്ളൂ നന്നായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ ചേർത്തത്. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഇതിനകത്തേക്ക് പിറക്കി നന്നായിട്ട് മുക്കി വയ്ക്കണം. ഇതുപോലെ മുക്കി നന്നായിട്ട് വെക്കണം. ഈ മോരും വെള്ളത്തിൽ ചിക്കൻ നന്നായിട്ട് മുങ്ങി തന്നെ കിടക്കണം. ഇനി നമുക്കിത് ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഫ്രിഡ്ജിൽ. ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇത് ഞാൻ 8-9 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ്, ഫ്രീസറിലല്ല വെച്ചത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദയുടെ ഒപ്പം കോൺസ്റ്റാർച്ച് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇതിനൊരു സ്റ്റിക്കിനെസ് ഉള്ളത് കൊണ്ട് അരിപ്പൊടിയേക്കാളും നല്ലത് ഇത് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോക്കൊപ്പം കൊടുക്കാം. ഇനി ഗാർലിക് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊട്ടും കൂടി പോകണ്ട, നമ്മളുടെ ചിക്കനിലൊക്കെ നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഏതാണ്ട് 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 കോഴിമുട്ടയും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ മുക്കി പൊരിക്കാനുള്ള ബാറ്ററാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം നല്ല തണുത്ത വെള്ളമായിരിക്കണം. ഫ്രീസറിൽ വെച്ച് തന്നെ തണുപ്പിച്ചെടുത്ത വെള്ളമായിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഐസ് ആകുന്നതിന് അല്പം മുമ്പാണ് എടുത്തത്. മാക്സിമം തണുത്ത വെള്ളമായിരിക്കണം. ഇത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയേ.
ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മിക്സിങ്ങിലാണ് കേട്ടോ. കാരണം വെള്ളം ഒട്ടും കൂടിപ്പോകരുത്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ മൈദയ്ക്ക് പിന്നെയും ആഡ് ചെയ്യേണ്ടി വരും. അപ്പം മുട്ടയുടെ അളവൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിച്ചൊഴിക്കണം. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നുള്ളു വെള്ളമോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ ഈ ബാറ്റർ ഒരുപാട് തിക്കുമല്ല ഒട്ടും തന്നെ ലൂസും അല്ലാത്ത ബാറ്റർ വേണം റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൈഡ് ചിക്കൻ പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അതായത് ഇപ്പോൾ അല്പം കൂടി ലൂസാക്കാണ്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുന്ന ആ ലൂസിലാണ് കേട്ടോ ബാറ്റർ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കന് കോട്ടിങ് കൊടുക്കാൻ വേണ്ടി 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ പൊടിച്ചത്. ഗരം മസാലപ്പൊടി ഒട്ടും കൂടി പോകരുത് കേട്ടോ. 1/4 ടീസ്പൂൺ ധാരാളം മതിയാകും. നമുക്കിതിൻ്റെ ആ ടേസ്റ്റ് മുന്തി നിൽക്കാൻ പാടില്ല. ലൈറ്റായിട്ട് ആ ടേസ്റ്റ് വരാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. ഇനി കുറച്ച് 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഉപ്പിൻ്റെ എല്ലാ അളവ് ഇവിടെ കറക്റ്റായിട്ടാണ് കിട്ടിയത്. ഇനി നിങ്ങൾക്കിത് കൂടുതലായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഇത്രയും ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ചിക്കൻ മോരും വെള്ളത്തിൽ ഒന്നും കൂടെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഇടാം. എന്നിട്ട് ഇതിനകത്ത് ഒന്ന് മുക്കിയിട്ട് നമുക്ക് ആ കോട്ടിംഗ് പൗഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സമയത്ത് 3 എണ്ണം മാത്രം ഞാൻ ഫ്രൈ ചെയ്യുന്നുള്ളൂ. കുറച്ച് എണ്ണ മാത്രം ഞാൻ ചീനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് 3 എണ്ണം മാത്രം ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ മുകളിലേക്ക് നന്നായിട്ട് കഴുകി തുടച്ച കൈ കൊണ്ട് മൈദ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിലൊട്ടും നനവില്ലാതെ നോക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വല്ലാണ്ട് അമർത്തിയല്ല ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം മൈദ ചിക്കൻ്റെ മുകളിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പറ്റിയ കോട്ടിങ് അടർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ കുറച്ച് മടക്ക് പോലെ ഇതിനകത്ത് വരും. അതിൻ്റെ ആ പുറമേയുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരിഞ്ഞ പാട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ ഇത് ഇങ്ങനെ മടക്ക് പോലെ വരുന്നത്. ഇനി നമുക്ക് ആ ചൂടായ ഓയിലിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തതും ഇതുപോലെ ചെയ്ത് കുടഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്നോട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് ഇതിൻ്റെ ഉള്ളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടണത്. ഒന്നുകൂടി ക്ലിയർ ആവാനായിട്ട് ഒരെണ്ണം കൂടി നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പം മോരും വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് ബാറ്ററിൽ മുക്കി ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ട് കോട്ടിംഗ് പൗഡറിലേക്ക് ഇട്ട് ഇത് നന്നായിട്ട് കൈ കഴുകി തുടച്ചതിന് ശേഷം മൈദപ്പൊടിയിൽ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പം കുറച്ച് ഇതിനകത്ത് പിടിച്ച മൈദയൊക്കെ അടർന്ന് വീഴണ കാണാം. അതായത് പൊടിയായ മൈദയൊക്കെ ഇതിനകത്തേക്ക് അടർന്ന് പോകും. അങ്ങനെയുള്ള മൈദ ഒട്ടും നിങ്ങൾ കളയരുത് കേട്ടോ. നമ്മൾ പിന്നെ ഇതിപ്പം ബോൺ എന്ന് വെച്ചാൽ തൈ പീസും ലെഗ് പീസൊക്കെ ആണല്ലോ, അതിനകത്ത് കുഴപ്പമില്ല. അതില്ലാത്ത ഫ്ലഷ് മാത്രമുള്ള ഈ ബോൺലെസ് പീസസൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യൂലേ, അതിനകത്ത് നമ്മൾ ആ പുറം കഴിച്ചതിന് ശേഷം അകത്തേക്ക് ചെല്ലുമ്പം ആ ഫ്ലഷ് മാത്രമായിട്ട് കഴിക്കാൻ എല്ലാവർക്കും ഒരു മടിയായിരിക്കില്ലേ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് കുറച്ച് ഈ ക്രിസ്പി ആയിട്ടുള്ള ഈ സംഗതിയും കൂടി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള ആ പൗഡറുകൾ, ആ കോട്ടായ പൗഡറുകൾ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരുവിധം ഇത് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 3 പീസസും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. അപ്പോൾ വീണ്ടും നമ്മളിത് ഫ്രൈ ചെയ്യുമ്പം ചീനച്ചട്ടിയിൽ കുറച്ച് പൊടിയൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടും. അതൊരു അരിപ്പെടുത്തിട്ട് കോരി മാറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ വീണ്ടും ഇടുമ്പോഴത്തേക്കും വീണ്ടും നമ്മളിട്ട് ഫ്രൈ ചെയ്യുമല്ലോ, അതിനകത്തൊക്കെ ഈ കരിഞ്ഞ പൊടി പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട്
ഒരു അരിപ്പെടുത്തിട്ട് പിന്നെ നമുക്കത് അങ്ങോട്ട് വടിച്ചെടുത്ത് മാറ്റാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിലും നല്ല മടക്ക് പോലെ നല്ല മൊരി പോലെയാണ് ഇത് കിട്ടിയേക്കണത്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ല ചൂടാണ്, എന്നാലും നമുക്കൊന്ന് കിള്ളി നോക്കാം. അതായത് ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും ഇതിൻ്റെ ഉള്ളിൽ നല്ല ജ്യൂസിയും ടെൻഡറും ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പൊടിയൊന്നും ബാക്കി വന്നില്ല കേട്ടോ, ഇത്രയും ബാക്കി വന്നുള്ളൂ. ഇനി നമ്മൾ ആ ചിക്കൻ കുടഞ്ഞപ്പോഴത്തേക്കും അടർന്ന് വീണ ക്രംസ് ഇല്ലേ, ഇതെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബോൺലെസ് പീസസിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ലതായിരിക്കുമേ. ഇതത് കണ്ടില്ലേ, അപ്പം നമ്മളിത് ഒട്ടും വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ചിക്കന് വേണ്ട ഏകദേശം അളവിലാണ് നമ്മൾ ബാറ്ററും പിന്നെ കോട്ടിംഗ് പൗഡറും റെഡിയാക്കിയത്. അപ്പോൾ കറക്റ്റ് അളവ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ബാറ്റർ ബാക്കി വന്ന് അതിനകത്തേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഇത് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കോട്ടിങ്ങിൽ മുക്കാണ്ട് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ കോട്ടിങ്ങിൽ മുക്കിയും ഫ്രൈ ചെയ്യാം. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിലും ഇത് അതിനേലും ടേസ്റ്റ് ആയിരുന്നേ. ഇത് കോട്ടിംഗ് ഇല്ലാണ്ട് ഫ്രൈ ചെയ്തതാണ്, ഇത് കോട്ടിങ്ങോട് കൂടി ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ എനിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ അതും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്